നമസ്കാരം. സ്പെഷ്യൽ കറസ്പോണ്ടന്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. മലയാളികളെ പറ്റിക്കാൻ ഇത്ര എളുപ്പമാണോ? ഒന്നിനു പുറകെ ഒന്നായി പുറത്തു വരുന്ന തട്ടിപ്പിനെക്കുറിച്ചുള്ള വാർത്തകൾ ഉയർത്തുന്ന സ്വാഭാവികമായുള്ള സംശയമാണിത്. ഓരോ തവണയും തട്ടിപ്പുകാർ വന്ന് കീശയിലെ പണം അടിച്ചു മാറ്റി കഴിയുമ്പോഴും മലയാളി കാത്തിരിക്കുകയാണ് അടുത്ത തട്ടിപ്പിന് തലവെച്ചു കൊടുക്കാൻ. 30 വർഷം മുമ്പുള്ള ആട് തേക്ക് മാഞ്ചിയം മുതൽ ഇപ്പോൾ കോടികളുടെ സോളാർ തട്ടിപ്പ് വരെ എത്തി നിൽക്കുന്നു. എന്താണിതിന് കാരണം? അന്വേഷിക്കുകയാണ് ഇത്തവണത്തെ സ്പെഷ്യൽ കറസ്പോണ്ടന്റ്. തട്ടിപ്പിനിരയാകുക എന്നത് കേരളത്തിൽ ഒരു മാസ് ഹിസ്റ്റീരിയായിരിക്കുന്നു എന്ന് പറഞ്ഞാലും തെറ്റില്ല. കഴിഞ്ഞ 3 പതിറ്റാണ്ടിനിടയ്ക്ക് അത്രയേറെ തട്ടിപ്പുകൾ കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നു. ആട് തേക്ക് മാഞ്ചിയം എന്നത് മലയാളത്തിൽ തട്ടിപ്പുകളെ കുറിക്കുന്നതിനുള്ള ഭാഷാപ്രയോഗം തന്നെയായി മാറിയിട്ടുണ്ട്. ലോകത്തെവിടെയും തട്ടിപ്പുണ്ട്. എന്നാൽ വളരെ ആസൂത്രിതമായി ഗൂഢാലോചന നടത്തി ഒരു വലിയ വിഭാഗം ജനങ്ങളെ തുടർച്ചയായി പറ്റിക്കുക എന്ന പ്രതിഭാസമാണ് 3 പതിറ്റാണ്ടുകളായി കേരളത്തിൽ നടക്കുന്നത്. കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ ഉദാരവൽക്കരണാനന്തര കേരളത്തിൽ നടക്കുന്നത്. 1990-കൾക്ക് ശേഷം എണ്ണിയാലൊടുങ്ങാത്ത സംഘടിത തട്ടിപ്പുകൾ കേരളത്തിൽ നടന്നുകഴിഞ്ഞു. ലാബല്ല രാജനും ഓറിയന്റൽ കമ്പനി തട്ടിപ്പുമായിരുന്നു ആദ്യം പത്രങ്ങളുടെ 1-ാം പേജിൽ തലക്കെട്ടുകൾ സൃഷ്ടിച്ചത്. പിന്നെ വിഖ്യാതമായ ആട് തേക്ക് മാഞ്ചിയം തട്ടിപ്പ്. 1000 രൂപ നിങ്ങൾ ഞങ്ങളുടെ കയ്യിൽ തന്നാൽ അതുവെച്ച് ആടിനെ വളർത്തി 20 വർഷം കഴിയുമ്പോൾ 1 ലക്ഷം രൂപയായി മടക്കി നൽകാം എന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പുകാർ മലയാളിയെ സമീപിച്ചത്. അതോടെ കേരളത്തിൽ ആടുതരംഗം അലയടിച്ചു തുടങ്ങി. സമാനമായ രീതിയിൽ തേക്ക് മാഞ്ചിയം വളർത്തൽ പദ്ധതികളും വന്നു. 10-20 കമ്പനികൾ ഇങ്ങനെ ഒന്നിന് പിന്നാലെ ഒന്നായി പൊട്ടിമുളച്ചു. കേരളത്തിലെ വലിയൊരു പത്രസ്ഥാപനം ഇത് വളരെ ഗൗരവമായിട്ട് ഈ കൃഷി തേക്ക് അതിലേക്ക് ഇറങ്ങാനൊരു വലിയ പദ്ധതിയും തയ്യാറാക്കിയിരുന്നു. അത് വളരെ ഗൗരവമായിട്ട് ചെയ്തതാണ്. അതിന് വലിയ മാസ്റ്റർ പ്ലാനൊക്കെ തയ്യാറാക്കിയിരുന്നു. പക്ഷേ ഈ തട്ടിപ്പ് പൊതുവെ പടർന്നു പിടിച്ച് ജനങ്ങളത് കൈവിട്ടതോടുകൂടി ആ സ്ഥാപനവും ആ പദ്ധതി ഉപേക്ഷിക്കുകയാണ് ആ കാലത്ത് ചെയ്തത്. ഇതിനൊക്കെ സമാന്തരമായി മറ്റൊരു ഗൂഢസ്വഭാവമുള്ള തട്ടിപ്പുകളും കേരളത്തിൽ അരങ്ങേറുന്നുണ്ടായിരുന്നു. സ്വർണച്ചേന, നിധി, നാഗമാണിക്യം എന്നിങ്ങനെ. നാണക്കേടോർത്ത് ഇത്തരം തട്ടിപ്പുകൾക്കിരയാകുന്നവർ കാര്യം പുറത്തു പറയാറില്ല. ചിട്ടിക്കമ്പനിക്കാർ ജനങ്ങളെ പറ്റിച്ചു മുങ്ങുന്ന സംഭവങ്ങൾ കേരളത്തിൽ വ്യാപകമായി ഇപ്പോഴും നടക്കുന്നു. നിക്ഷേപകർക്കായി ലോട്ടറിയിൽ പണം മുടക്കാമെന്ന് പറഞ്ഞ് ലിസ് എന്ന സ്ഥാപനം പിടുങ്ങിയതും കോടികൾ. ഹിമാലയ ചിട്ടിക്കമ്പനിയുടെ തകർച്ച 40,000 മലയാളികളുടെ പണമാണ് അപ്രത്യക്ഷമാക്കിയത്. 8 വർഷങ്ങൾക്ക് ശേഷവും ഇവർ കമ്പനി ഉടമകളുടെ സ്വത്ത് വിറ്റ് പണം തിരികെ കിട്ടുമെന്ന വിശ്വാസത്തിൽ കഴിയുകയാണ്. ഏതൊരു വാഗ്ദാനവും അത് പാലിക്കപ്പെടാൻ കഴിയുന്നതാണോ എന്ന ഒരു പരിശോധന അത് ഓരോരുത്തരും ചെയ്യേണ്ടതല്ലേ. ആ പരിശോധന ഉണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് ഈ തട്ടിപ്പുകൾ പല രൂപത്തിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഇപ്പോൾ ജപ്പാൻ കിടക്ക ഒരു കാലത്ത് വലിയ വിഷയമായിരുന്നു. ജപ്പാനിൽ നിന്ന് ഏതോ കിടക്ക, അതിന് വലിയ തുക നമ്മൾ കൊടുക്കുന്നു, പിന്നീട് നമ്മൾ വേറെ കിടക്ക ഓർഡർ കൊടുത്താൽ ഇത് തിരിച്ചു കിട്ടും, എന്തൊക്കെ ഉണ്ടായിരുന്നു അത്. അപ്പോൾ പലതരത്തിൽ പല പേരുകളിൽ ആണ്. അതിനെല്ലാം ഒരു പരമകാഷ്ഠ ടോട്ടൽ ഫോർ യു, ടോട്ടാലിറ്റിയിലേക്ക് എത്തിയതാണ്. പക്ഷെ നമ്മളൊന്നും പഠിക്കുന്നില്ല. നമ്മൾ വീണ്ടും അടുത്ത തട്ടിപ്പുകാരനെ കാത്തിരിക്കുക. എന്നാൽ ടോട്ടൽ ഫോർ യു ശബരിനാഥിനേക്കാൾ വാർത്തകളിൽ നിറഞ്ഞു നിന്നയാൾ സന്തോഷ് മാധവനായിരുന്നു. സന്തോഷ് മാധവൻ എന്ന തട്ടിപ്പു സ്വാമിയുടെ അറസ്റ്റിനു പിന്നാലെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തമ്പടിച്ചിരുന്ന കള്ളസ്വാമിമാരെക്കുറിച്ചുള്ള വാർത്തകളും സുനാമി പോലെ വന്നു. എന്നാൽ സന്തോഷ് മാധവൻ കേസ് കേവലം ലൈംഗികാപവാദം മാത്രമായി ഒതുങ്ങിപ്പോയതും കേരളം പിന്നീട് കണ്ടു. സന്തോഷ് മാധവന്റെ ബിനാമി ഭൂമി ഇടപാട് കേസുകൾ ഒതുക്കപ്പെട്ടു. റിക്രൂട്ട്മെന്റ് ഏജൻസികൾ നടത്തുന്ന തട്ടിപ്പ് കേരളത്തിൽ ഇന്നും തുടർക്കഥ തന്നെ. പിന്നെ വന്നത് ഫ്ളാറ്റ് തട്ടിപ്പ് വാർത്തകളായിരുന്നു. ആപ്പിൾ എന്ന ഫ്ളാറ്റ് നിർമ്മാണ കമ്പനിയുടെ തകർച്ചയിൽ തുടങ്ങിയ സംഭവ പരമ്പരകൾ കേരളത്തിലെ റിയൽ എസ്റ്റേറ്റ് മേഖലയെ തന്നെ സ്തംഭിപ്പിച്ചു. മണി ചെയിൻ, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികളും കേരളത്തിൽ നിന്ന് കോടികൾ കടത്തി. അത് ഇന്നും തുടരുന്നു. ഒടുവിൽ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെയും പോലീസിൻ്റെയും ശക്തമായ പിൻബലത്തിൽ നടന്ന സോളാർ തട്ടിപ്പ്. ഒറ്റക്കോളം വാർത്തയിൽ തുടങ്ങിയ സോളാർ തട്ടിപ്പ് കേസ് ഇപ്പോഴും നിയമസഭയെയും സർക്കാരിനെയും പിടിച്ചുകുലുക്കുന്നു. സരിത എസ് നായരും ബിജു രാധാകൃഷ്ണനും ചേർന്ന് തട്ടിച്ച കോടികളുടെ കണക്ക് ഇനിയും വ്യക്തമല്ല. കാരണം ഈ തട്ടിപ്പ് കേസിന് സമാന്തരമായി കേൾക്കുന്ന സരിതയുമായി ബന്ധപ്പെട്ട കഥകൾ തട്ടിപ്പിനിരയായവരെ കേസ് നൽകുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാണ്. പണമോ പോയി മാനമെങ്കിലും കളയണ്ട എന്ന ചിന്തയാണ് പലർക്കും. എന്തുകൊണ്ടാണ് ഓരോ തട്ടിപ്പിന് ശേഷവും മലയാളി പാഠം പഠിക്കാത്തത്? എല്ലാവരും എത്തിച്ചേരുന്ന ഒരു പൊതു അഭിപ്രായമുണ്ട്. മലയാളിക്ക് മെയ്യരങ്ങാതെ പണമുണ്ടാക്കണം, ചുറ്റും കാണുന്നതെല്ലാം വാങ്ങിക്കൂട്ടണം,
തീരാത്ത ആർത്തി. കേരളത്തെ സംബന്ധിച്ച് നമ്മൾ പരമ്പരാഗതമായിട്ട് നോക്കിയാൽ കേരളത്തിനുള്ളത് ഒരു ഊട്ടുപുര സംസ്കാരം ആണ്. ക്ഷേത്രത്തിൻ്റെ അടുത്തൊരു ഊട്ടുപുര ഉണ്ടാവും. ഊട്ടുപുരയിൽ ഉച്ചയ്ക്ക് പോയ മലയാളിക്ക്, പ്രത്യേകിച്ചും സവർണ വിഭാഗത്തിനും ഇടത്തരക്കാർക്കും ഒക്കെ ഭക്ഷണം കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മൾ ഊട്ടുപുരയിൽ പോയി ഭക്ഷണം കഴിക്കുന്നു. നമ്മൾ സ്വന്തമായി അധ്വാനിക്കുന്നില്ല. ഇപ്പോഴും മലയാളി പറയുന്ന പ്രധാനപ്പെട്ട ഒരു വാചകം, എനിക്ക് മെനക്കെടാനൊന്നും വയ്യ, അതുകൊണ്ട് ഒരു വീട് വെക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ മെനക്കേടാണ്, അതുകൊണ്ടൊരു ഫ്ലാറ്റ് വാങ്ങിക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു. ഈ ഫ്ലാറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം എന്താണ്? നമ്മൾ ഈ ഫ്ലാറ്റിൻ്റെ മുകളിൽ വീണ്ടും പണം മുടക്കിക്കൊണ്ടിരിക്കണം. കാരണം അവിടെ ഒരു അസോസിയേഷൻ രൂപവൽക്കരിക്കും. അസോസിയേഷന് പ്രതിമാസം 2000 രൂപ അല്ലെങ്കിൽ 3000 രൂപ, അത് ഓരോ വർഷവും കൂടിക്കൊണ്ടിരിക്കും. ഒരു വിഭാഗം മലയാളികളുടെ കയ്യിൽ ധാരാളം പണമുണ്ട്. അത് ക്രിയാത്മകമായി നിക്ഷേപിക്കാൻ അറിയാവുന്നവർ കുറവാണെന്ന് ആവർത്തിക്കുന്ന തട്ടിപ്പുകൾ തെളിയിക്കുന്നു. കേരളത്തിൽ കയ്യിൽ കാശുള്ള, ക്യാഷായി പണമുള്ള ഒരു 20-30% ആളുകളുണ്ട്. അവർക്കിത് എവിടെ നിക്ഷേപിക്കണമെന്ന് ഒരു പിടുത്തമില്ല നിൽക്കുന്നവരാണ്. പലർക്കും ബാങ്കിൽ നിന്ന് കിട്ടുന്ന പലിശ പോരാ, ഈ വ്യവസായവും മറ്റും നടത്താനുള്ള ത്രാണിയില്ല. ഈ ഒരു ഗ്രൂപ്പിനെയാണ് ഈ തട്ടിപ്പുകാരൊക്കെ ലക്ഷ്യമിടുന്നത്. ഒന്നാമതിനെ പലപ്പോഴും ആളുകൾക്ക് ഈ പത്രത്തിൽ വളരെ സ്ഥൂലമായിട്ടും വളരെ ഉപരിപ്ലവമായിട്ട് ഇതിനെപ്പറ്റിയൊക്കെ വായിച്ച് അവരതങ്ങ് മറന്നു പോകത്തേ ഉള്ളൂ. അപ്പോൾ ഇതിനു മുമ്പിലത്തെ തട്ടിപ്പ് എന്തായിരുന്നു എന്ന് പലർക്കും ഓർമ്മ പോലുമില്ല. അപ്പോൾ പുത്തനായിട്ട് ഇതിൻ്റെ പുറകിലുള്ളത് നമ്മൾ ഈ ആർത്തി എന്ന് പറയുന്ന, ദ്രവ്യാർത്തി എന്ന് പറയുന്നതാണ്. ആളുകൾക്ക് എല്ലാവർക്കും ഒന്നുമില്ല, എല്ലാ മലയാളികളും ഒരു ചെറിയ പങ്ക്, ന്യൂനപക്ഷ മലയാളികളെ തട്ടിപ്പിന് വിധേയരാകുന്നത്. എത്ര കിട്ടിയാലും മതിയാവില്ല എന്നതാണ് പണത്തിൻ്റെ പ്രത്യേകത. 100 കിട്ടിയവന് 1000 വേണം, 1000 കിട്ടിയവന് 10000-ഉം, 10000 കിട്ടിയവന് ലക്ഷങ്ങളും, ലക്ഷങ്ങൾ കിട്ടിയവന് കോടികളും. അവിടെയും ആർത്തി തീരില്ല എന്ന് വരുമ്പോൾ തട്ടിപ്പുകാർക്ക് കോടികൾ തട്ടാൻ അവസരമൊരുങ്ങുന്നു. ജനങ്ങൾക്ക് പൊതുവെ പണം വന്നു തുടങ്ങിയ ഒരു കാലഘട്ടമുണ്ട്. പല കാരണങ്ങളുമുണ്ട്. റബ്ബറിന് വില കിട്ടുന്നു, ഗൾഫിൽ നിന്ന് പണം വരുന്നു. അങ്ങനെ പുതുതായി പണം കിട്ടിത്തുടങ്ങിയപ്പോൾ പണത്തിൻ്റെ പ്രത്യേകത അതൊരിക്കലും മതി വരില്ല, അതിന് ആർത്തി കൂടിക്കൊണ്ടേയിരിക്കും. അത് വളരെ പ്രലോഭനീയമായ വാഗ്ദാനങ്ങളിൽ കുടുങ്ങി മലയാളികൾ അവരുടെ പണം അത് നഷ്ടപ്പെടുത്തുന്ന ധാരാളം കഥകൾ കഴിഞ്ഞ കുറേ കാലമായിട്ടുണ്ട്. കൺസ്യൂമറിസം കൂടി വന്ന മലയാളിക്ക് മാനസിക രോഗമായി മാറിയിരിക്കുന്നു. പുതിയൊരു ഷോപ്പിംഗ് മാൾ തുറന്നാൽ പോയി കാണാൻ തോന്നും. അവിടെ വരെ പോയാൽ വെറും കൈയോടെ തിരിച്ചിറങ്ങുന്നതെങ്ങനെ? അങ്ങനെ നിത്യജീവിതത്തിൽ ആവശ്യമില്ലാത്ത സാധനങ്ങളുടെ കള്ളിയിലുള്ളതും മലയാളി വാങ്ങുന്നു. പിന്നെ അത് ശീലമാകുന്നു. ചെലവ് കൂടിയെന്നാകും അടുത്ത പരാതി. ഉയരുന്ന ചെലവിന് പണം കണ്ടെത്താനുള്ള നെട്ടോട്ടമാണ് പിന്നെ. നാളെ സന്തോഷ് മാധവൻ ജയിലിൽ നിന്ന് വന്നാൽ പോലും ഇതിനേക്കാൾ കൂടുതൽ ആളുകൾ അദ്ദേഹത്തിൻ്റെ പദ്ധതികളിൽ പണം മുടക്കാൻ തയ്യാറാവുന്നുള്ളതാണ് ഏറ്റവും അപകടകരമായൊരു കാര്യം. ഇത് പെട്ടെന്ന് കാശുണ്ടാക്കാനുള്ള ഒരു മലയാളി മനസ്സാണ് ഇതിൻ്റെ പിന്നിൽ. കഷ്ടപ്പെടാനും ബുദ്ധിമുട്ടാനൊന്നും അവർക്ക് താല്പര്യമില്ല. കഷ്ടപ്പെടുന്നത് തമിഴിനും UP-കാരനും ബീഹാറുകാരനെ കൂടെ ഒന്ന് കഷ്ടപ്പെടണം, മലയാളിക്ക് ഇനി അത് താല്പര്യമില്ല. അപ്പോൾ അവർക്ക് വേണ്ടത് ക്വിക്ക് മണി, ഈസി മണി, ബിഗ് മണി. ഈ പലപ്പോഴും നമ്മളിവിടെ കാണുന്ന ഈ ആത്മഹത്യകൾ കൂടുന്നു എന്ന് പറയുന്നത് ഈ കാരണം കൊണ്ടാണ്. അതായത് വരുമാനത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ചിലവുകൾ നിയന്ത്രിക്കാൻ കഴിയാത്തൊരവസ്ഥ. കാരണം മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, അയൽവാസിയുടെ വീട്ടിലുള്ള സുഖസൗകര്യങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടാക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ പണം ചിലവാക്കിക്കൊണ്ട് ഇൻസ്റ്റാൾമെൻറ്റുകളും കാര്യങ്ങളും എടുത്ത് അവൻ്റെ ജീവിതത്തിൻ്റെ രണ്ടറ്റങ്ങൾ കൂട്ടിമുട്ടിക്കാൻ കഴിയാത്തൊരവസ്ഥയിലാണ് ഈ ആത്മഹത്യ എത്തുന്നത്. തട്ടിപ്പിനിരയാവുന്നതിനു പുറമെ തട്ടിപ്പ് നടത്തുന്നവനെയും ഇതേ മാനസികാവസ്ഥയാണ് മുന്നോട്ട് നയിക്കുന്നത്. കോടികൾ വെട്ടിച്ചു കഴിഞ്ഞാലും തട്ടിപ്പുകാരുടെ കയ്യിൽ ഒന്നും ബാക്കിയാകാറില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഈ പണം എങ്ങോട്ട് പോകുന്നു എന്ന ചോദ്യം മാത്രം ബാക്കി. ചില കേസുകളിൽ തട്ടിപ്പ് നടത്തുന്നവരുടെ ജീവിത രീതി തന്നെ ഇതിന് ഉത്തരം നൽകും. ടോട്ടൽ ഫോർ യു വഴി തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ നിന്ന് കോടികൾ തട്ടിയ ശബരിനാഥ് വാങ്ങിക്കൂട്ടിയത് 14 വിദേശ നിർമ്മിത ആഡംബര കാറുകളാണ്. അന്ന് 21 വയസ്സ് മാത്രമുണ്ടായിരുന്ന ശബരിനാഥ് ആഡംബര ജീവിതത്തിന് തന്നെ കോടികളാണ് പൊടിച്ചത്. ഈ ഈസി ആയിട്ട് കിട്ടുന്ന അല്ലെങ്കിൽ വേർക്കാതെ കിട്ടുന്ന പണം ഇവർ ചെലവഴിക്കുന്നതിന് യാതൊരു ലോഭമില്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ ഈയിടെ അടുത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. അല്ല, കോടിക്കണക്കിന് രൂപയാണ് വാസ്തവത്തിൽ സാധാരണക്കാരൻ്റെ കയ്യിൽ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിലെ മിക്കവാറും കമ്പനികൾ തട്ടിച്ചുകൊണ്ടുപോകുന്നത്.
അവരുടെ ഒരു രീതി നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും. ഒരാളെ അട്രാക്റ്റ് ചെയ്യുന്ന സമയത്ത് അയാൾക്ക് ആദ്യം ഒരു കോൺഫറൻസ്, ഒരു മീറ്റിംഗ് വെക്കുന്നു. ഈ മീറ്റിംഗ് വെക്കുന്നത് നിങ്ങൾ നോക്കിയാൽ ഇവിടുത്തെ ഏറ്റവും എക്സ്പെൻസീവായ ഹോട്ടൽസിലാണ്. അപ്പം ഈ മാർക്കറ്റിങ്ങിന് വേണ്ടി തന്നെ കുറേ പണം ചിലവഴിക്കുന്നുണ്ട്. പിന്നെ കൂടാതെ ഇതിൻ്റെ എക്സിക്യൂട്ടീവ്സ് എന്ന് പറയുന്ന ആളുകളുടെ ജീവിത രീതി, സഞ്ചാരം, താമസം, ഇതിനൊക്കെ വലിയ ലെവലിലാണ് പണം ചിലവാക്കുന്നത്. അപ്പോൾ കുറേ പണം അങ്ങനെ പോകും. കാരണം അത് ഈസിയായി കിട്ടുന്ന സമയത്ത് ചിലവാക്കുന്ന സമയത്തും യാതൊരു തരത്തിലുള്ളതായ ഒരു റിസ്ട്രെയിൻറ്റും ഇല്ലാതെ ചിലവാക്കുന്ന ഒരു അവസ്ഥ വരും. സ്പെഷ്യൽ കറസ്പോണ്ടന്റ് തുടരും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. കേരളത്തിൽ വലതുപക്ഷത്തിന് പോലും ഒരു ഇടതുപക്ഷ മനസ്സുണ്ടെന്ന് പറയാറുണ്ട്. നവോത്ഥാന മൂല്യങ്ങൾ ഉഴുതുമറിക്കപ്പെട്ട നമ്മളുടെ മണ്ണിൽ വിതയ്ക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് വിത്തിന് അതിൻ്റെ ഉടമസ്ഥാവകാശം കൽപ്പിക്കപ്പെടാറുമുണ്ട്. അങ്ങനെയൊക്കെയുള്ള കേരളത്തിൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി മേലനങ്ങാതെ പണമുണ്ടാക്കുന്നതിനും എല്ലാം ഉപഭോഗിക്കുന്നതിനുമുള്ള ആസക്തി പെരുകുന്നത് വലിയ അപായ സൂചനയായി കാണേണ്ടിയിരിക്കുന്നു. വ്യവസ്ഥാപിത ഇടതുപക്ഷം തന്നെ ഘട്ടം ഘട്ടമായി കമ്പോള സമ്പദ് വ്യവസ്ഥയ്ക്കും മൂലധന താൽപ്പര്യങ്ങൾക്കും ഉന്മുഖമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് വിമർശനം. കേരള മനസ്സ് മൊത്തത്തിൽ വിപണി നിയന്ത്രിത സമ്പദ് വ്യവസ്ഥയ്ക്ക് അടിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 90കളിൽ തുടങ്ങിയ ഉദാരീകരണത്തെ ആദ്യഘട്ടത്തിൽ പല്ലും നഖവും ഉപയോഗിച്ച് ചെറുത്തു നിൽക്കാൻ ഇടതുപക്ഷം ശ്രമിച്ചിരുന്നു. എന്നാൽ 2 പതിറ്റാണ്ടിനിപ്പുറം സ്ഥിതി വ്യത്യസ്തമാണ്. കേരളത്തിൽ ഇത്തരത്തിലുള്ളൊരു എഗാലിറ്റേറിയൻ ഇടതുപക്ഷ ഒരു ആശയഗതിയുടെ മേധാവിത്വം ഉണ്ടായിരുന്നു സമൂഹത്തിൽ. അത് ദുർബലപ്പെടുന്നുണ്ട്. 2 സ്രോതസ്സുകളിൽ നിന്നാണ് ഇത് കടന്നു വരുന്നത്. ഒന്ന് ജാതീയ വർഗീയ ഉള്ളടക്കം വർദ്ധിച്ചു വരുന്നത്. രണ്ടാമത്തത് ഞാൻ പറയും ഈ ഉപഭോക്തൃ സംസ്കാരം. ആ ഉപഭോക്തൃ സംസ്കാരത്തിൽ നമ്മുടെ ഉപഭോഗം വർദ്ധിക്കുന്നത്, ഉപഭോഗം അതിൽ തന്നെ വലിയ സന്തോഷം നൽകുന്നതായിട്ട് മാറുകയാണ്. നിങ്ങൾക്ക് ഒരു കാറുണ്ട്, പക്ഷേ കേരളത്തിൽ ഇപ്പോൾ 2 കാറുണ്ടതാണ് സ്റ്റാറ്റസ്. നിങ്ങൾക്ക് 2 കാറിൻ്റെ ആവശ്യം എന്താ? അല്ല, അതൊരു സ്റ്റാറ്റസിൻ്റെ പ്രശ്നമാണ്. നിങ്ങൾ ഈ ആർത്തി എന്ന് പറയുന്നത് ഇടതുപക്ഷ സംസ്കാരത്തിൻ്റെ ഭാഗമല്ല. ആഗോളതലത്തിൽ സമ്പദ് വ്യവസ്ഥയ്ക്കുണ്ടായിരിക്കുന്ന തകർച്ച പണത്തിന്റെ വിനിയോഗം സംബന്ധിച്ച് അതുള്ള ആളുകളിൽ വലിയ അനിശ്ചിതാവസ്ഥ സൃഷ്ടിച്ചിട്ടുണ്ട്. ബാങ്കുകൾ, റിയൽ എസ്റ്റേറ്റ്, ഓഹരി വിപണികൾ എന്നിങ്ങനെ ക്യാപിറ്റലിസ്റ്റിന്റെ മൂശയിൽ നിന്നു വന്ന നിക്ഷേപ മേഖലകളെല്ലാം തകർന്നു. സാമ്പത്തിക രംഗത്ത് കടുത്ത അനിശ്ചിതാവസ്ഥ. ഏറിയും കുറഞ്ഞും ഇതിന്റെ പ്രതിഫലനങ്ങൾ കേരളത്തിലുമുണ്ടായി. എവിടെ പണം നിക്ഷേപിക്കും എന്നറിയാതെ നിന്ന മലയാളികൾക്ക് മുന്നിലേക്കാണ് പുതിയ നിക്ഷേപ പദ്ധതിയുമായി ബിജു രാധാകൃഷ്ണനും സരിതയും എത്തിയത്. കൺസ്യൂമറിസം കൂടി വരുമ്പോൾ ഒരു കുടുംബത്ത് മാത്രമല്ല രാജ്യത്തിന് പോലും ഉണ്ടാകുന്ന അപകടമാണ്. ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്, അമേരിക്കയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഒരു തകർന്ന സാമ്പത്തിക വ്യവസ്ഥയെ സൃഷ്ടിക്കുന്ന ഒരു സാംസ്കാരിക ജീർണതയുണ്ട്. ഈ സാംസ്കാരിക ജീർണതയുടെ ഉൽപ്പന്നങ്ങളാണ് ഇന്ന് ഈ രാജ്യത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരുമ്പോൾ ഉണ്ടാക്കുന്ന സാംസ്കാരിക ജീർണതയാണ്. ഈ സാംസ്കാരിക ജീർണതയുടെ ഉൽപ്പന്നമാണ് ഇത്തരം പ്രശ്നങ്ങൾ. അപ്പോൾ അതൊന്നും വിട്ടുമാറാൻ പറ്റില്ല. അപ്പോൾ കൺസ്യൂമറിസം ഭയങ്കരമായിട്ട് വരുമ്പോൾ അവൻ്റെ വരുമാനത്തിൽ കൂടുതൽ ചെലവ് ചെയ്യേണ്ടി വരികയും അവൻ്റെ ബഡ്ജറ്റിൽ മുഴുക്കിക്കൊള്ളാൻ നിന്ന് പ്രവർത്തിക്കാൻ കഴിയാതെ വരികയും ചെയ്യുമ്പോൾ ഏതവസ്ഥയിലും വേണമെങ്കിൽ അവൻ പ്രതികരിക്കും. ഗൾഫ് സുരക്ഷിത സ്വർഗമല്ലെന്ന തിരിച്ചറിവിലേക്കും ഇപ്പോൾ മലയാളികൾ എത്തിയിരിക്കുന്നു. ഇത് സൃഷ്ടിക്കുന്ന പ്രത്യാഘാതങ്ങൾ വരാനിരിക്കുന്നതേയുള്ളൂ. സോളാർ തട്ടിപ്പിനെ കുറിച്ചുള്ള വാർത്തകൾക്കായി ജനം കാതോർക്കുന്നതിന് പിന്നിലെ ഒരു കാരണം സരിത എസ് നായരുടെ അതിലെ സാന്നിധ്യമാണ്. സ്ത്രീകൾ പ്രതിയാകുന്ന തട്ടിപ്പ് കേസുകൾ വർദ്ധിക്കുന്നു എന്നും പ്രചാരണമുണ്ട്. എന്താണ് ഇതിലെ വാസ്തവം? സ്ത്രീകളെ ഉപയോഗിച്ച് നിക്ഷേപകരെ ആകർഷിക്കുന്നതിനു പിന്നിൽ ഒരു മനഃശാസ്ത്രം പ്രവർത്തിക്കുന്നുണ്ട്. സ്ത്രീകളുടെ പങ്കാളിത്തം ഈ കാര്യങ്ങൾ കൂടുന്നത് ഒരു ജീവശാസ്ത്രപരമായ കാര്യമാണ്. കാരണം ഒരു ആണ് ചെന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ ആളുകൾ അത് അംഗീകരിച്ചില്ലെങ്കിൽ പോലും അതിൽ പണം മുടക്കി പങ്കാളിയാകാൻ ശ്രമിക്കും. കാരണം ഒരു സ്ത്രീയുടെ മുന്നിൽ ഇംപ്രഷൻ കാണിക്കുക, അല്ലെങ്കിൽ അവരെ സ്വാധീനിക്കാനായിട്ട് ഞാൻ പണക്കാരനാണെന്ന് കാണിക്കുക, ഇത്തരം കാര്യങ്ങളിൽ ആഭിമുഖ്യമുള്ളവരാണ് മലയാളികൾ പലരും. ഇതല്ലാതെ തട്ടിപ്പിൽ സ്ത്രീകളുടെ പങ്കാളിത്തം കൂടുന്നു എന്ന വാദഗതി ശരിയല്ല. അത് തട്ടിപ്പ് എന്ന സാമ്പത്തിക കുറ്റകൃത്യത്തെ വഴിമാറ്റുന്നതിനും ഇക്കിളി വാർത്തകളുടെ വിപണനത്തിനും മാത്രമാകും പ്രയോജനപ്പെടുന്നത്. ചരിത്രബോധത്തിനും നിരക്കാത്തതാണ് ഈ വാദം. ചരിത്രപരമായി കേരള സമൂഹത്തെ നമ്മൾ കണ്ടാൽ ആഫ്രിക്കയിലെ ചില ഭാഗങ്ങളിലും പിന്നെ കേരളത്തിലുമേ ഈ മരുമക്കത്തായ സമ്പ്രദായമുള്ളൂ. മരുമക്കത്തായത്തിൽ സ്ത്രീക്ക് തന്നെയാണ് ശക്തി. സ്ത്രീകൾ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നില്ല, പുതുതായിട്ട് രംഗത്തേക്ക് വരുന്നതാണെന്ന് ഉള്ള സിദ്ധാന്തം നമ്മൾ വിശ്വസിക്കുക. എങ്കിൽ എനിക്കൊരു ചോദ്യമുണ്ട്. എങ്കിൽ എങ്ങനെ തിരുവനന്തപുരത്ത് ഇത്രയും അമ്മ വീടുകളുണ്ടായി? സ്പെഷ്യൽ കറസ്പോണ്ടന്റിൽ ഇനിയൊരു ഇടവേള.
രാഷ്ട്രീയ നേതൃത്വം, പോലീസ്, മാധ്യമങ്ങൾ എന്നിവയുടെ പങ്കാളിത്തമോ കൃത്യവിലോപമോ ഇല്ലാതെ ഇത്തരം തട്ടിപ്പുകാർക്ക് വളർന്നു പന്തലിക്കാനാവില്ലെന്നും വിമർശനമുണ്ട്. പല തട്ടിപ്പുകളെക്കുറിച്ചുമുള്ള വാർത്തകൾ ഇത് അക്ഷരം പ്രതി ശരിവെക്കുകയും ചെയ്യുന്നു. തട്ടിപ്പുകളെക്കുറിച്ചുള്ള നിരവധി വസ്തുതകൾ മത്സരബുദ്ധിയോടെ മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യം. പക്ഷേ തട്ടിപ്പിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങൾ മാധ്യമങ്ങൾ ജാഗ്രത പുലർത്തിയാൽ ഒഴിവാക്കാനാകും എന്നും വിമർശനമുണ്ട്. മാധ്യമങ്ങൾ ചെറുതും വലുതുമായ തട്ടിപ്പുകൾക്ക് അറിഞ്ഞും അറിയാതെയും കൂട്ടുനിൽക്കുന്നുണ്ട്. ഒരു തട്ടിപ്പും മാധ്യമങ്ങളുടെ സഹായമില്ലാതെ നടത്താൻ കഴിയില്ല. കാരണം മാധ്യമങ്ങളിലൂടെയാണല്ലോ ഈ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. തട്ടിപ്പിന് വിധേയരാക്കപ്പെടുന്നവരിലേക്ക് ഈ സന്ദേശം എത്തിച്ചേരുന്നത് മാധ്യമങ്ങളിലൂടെയാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ പത്രങ്ങളിൽ ഈ ചാത്തൻ സേവ, അത്ഭുത ഏലസ്, ഇതിൻ്റെയൊക്കെ പരസ്യങ്ങൾ ഇപ്പോഴും വരുന്നുണ്ട്. പ്രമുഖ പത്രങ്ങളിൽ വരുന്നുണ്ട്. പ്രമുഖ പത്രങ്ങളുടെ ഒരു പ്രത്യേകത അവരുടെ വിശ്വാസ്യതയാണ്. നമ്മൾ പ്രമുഖമായൊരു പത്രത്തിൽ, പ്രമുഖമായൊരു ചാനലിൽ ഒരു കാര്യം കാണുമ്പോൾ വാർത്ത മാത്രമല്ല പരസ്യവും ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. ആ വിശ്വാസത്തെയാണ് ഇവരൊക്കെ മുതലെടുക്കുന്നത്. ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ ഉണ്ടാകുമ്പോൾ ഇനിയും ഈ തട്ടിപ്പുകൾ ആവർത്തിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അത് അന്വേഷിച്ചൊക്കെ അറിയുന്നതിനുള്ള സംവിധാനമൊക്കെ മാധ്യമങ്ങൾക്കുണ്ട്. അപ്പോൾ അസാധാരണമായി ചില കാര്യങ്ങൾ കാണുമ്പോൾ അതൊരു ലക്ഷണമാണ്. അത് കാണുമ്പോൾ ഒരു അന്വേഷണം നടത്തുക, അത് മാധ്യമങ്ങളുടെ ഉത്തരവാദിത്വമാണ്. പക്ഷെ നിർഭാഗ്യവശാൽ മാധ്യമങ്ങളിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ എഡിറ്ററല്ല, റിപ്പോർട്ടർമാരുമല്ല, അത് അഡ്വർടൈസ്മെൻറ്റ് ബിസിനസ് കൈകാര്യം ചെയ്യുന്നവരാണ്. മലയാള മനോരമയുടെ 365 ദിവസത്തേക്കുള്ള ബുക്കിംഗ് ആണ് ഈ ഓറിയൻറ്റ് എന്ന കമ്പനി നടത്തിയത്. മറ്റാർക്കും പരസ്യം ചെയ്യാൻ പോലും നിവർത്തിയില്ല. അപ്പോൾ എത്ര അന്നത്തെ കണക്കിൽ ലക്ഷങ്ങൾ എന്ന് പറയാം ഇവിടെ പരസ്യങ്ങളാണ് ചെയ്തിരുന്നത്. ഉള്ളത് പൊളിഞ്ഞു കഴിഞ്ഞപ്പോൾ അതേ പത്രം തന്നെ വളരെ വാശിയോടെ ഈ തട്ടിപ്പിൻ്റെ കഥകൾ വിവരിക്കുകയും ചെയ്തു. പല കേസുകളിലും തട്ടിപ്പ് നടത്തി സമാഹരിച്ച പണം പോയ വഴികളിലൊന്നും ഇതുതന്നെ. പോലീസ് അസോസിയേഷന്റെ സമ്മേളനത്തിന് സോളാർ തട്ടിപ്പ് കേസിലെ പ്രതി സരിത എസ് നായർ 40 ലക്ഷം രൂപ നൽകിയെന്നാണ് മറ്റൊരു വാർത്ത. സ്വാഭാവികമായും ഇവർക്കെതിരെ ആദ്യഘട്ടത്തിൽ വരുന്ന പരാതികളൊക്കെ തമസ്കരിക്കപ്പെടും. അവരെ രക്ഷപ്പെടുത്തി എന്നുള്ളതല്ല വാസ്തവത്തിൽ. അതെല്ലാം ഒതുക്കപ്പെട്ടു പോയിട്ടുണ്ട്. രാഷ്ട്രീയ സ്വാധീനം കൊണ്ടും ഉദ്യോഗസ്ഥ സ്വാധീനം കൊണ്ടും എല്ലാം അത് ഒതുക്കപ്പെട്ടു പോയിട്ടുണ്ട്. പക്ഷെ പുത്തനായിട്ട് ചെയ്യാൻ ഇറങ്ങുന്ന ഒരാള് അത് അവര് മുൻപിൽ നടത്തിയവർ രക്ഷപ്പെട്ടു എന്നുള്ളതിനേക്കാളേറെ അയാൾക്കുള്ള ശക്തി ഇപ്പോൾ ഞാൻ ഒരു തട്ടിപ്പ് നടത്താൻ ഇറങ്ങുമ്പം എനിക്ക് രാഷ്ട്രീയ സഹകരണം ലഭിച്ചുകൊണ്ടാണ് ഞാൻ തുടങ്ങുന്നതെന്നുള്ളതാണ്. രാഷ്ട്രീയ പാർട്ടികളുടെ പങ്ക് പ്രധാനമായിട്ടും ഒരു പുതിയ തട്ടിപ്പുകാരനെ വളരാനായിട്ട് അവർ കൈത്താങ് കൊടുത്ത് വളർത്തുന്നു എന്നുള്ളതാണ് പലതരത്തിൽ. അവിടെയാണ് അതിൻ്റെ സംഭവം. അപ്പോൾ ഒരു പക്ഷേ ഇപ്പോൾ പറഞ്ഞ പോലെ അവന് ഒരു സുരക്ഷിത ബോധം, എനിക്ക് ഇന്ന ഇത്രയും വലിയ ആളുകളൊക്കെ ഇന്ന പാർട്ടിയുടെ ഇന്ന ആളിനെ അറിയാം, മറ്റേ പാർട്ടിയുടെ ഇന്ന ആളിനെ അറിയാം, ഇന്ന പോലീസുകാരെ അറിയാം എന്നൊക്കെയുള്ള ഒരു ബോധം തോന്നിക്കഴിയുമ്പം അയാൾക്ക് ആ സുരക്ഷിതാ ബോധം അയാളെ ഒരു പക്ഷേ കുറച്ചുകൂടെ ശക്തനാക്കാൻ കഴിയും. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്, മണി ചെയിൻ കമ്പനികളുടെ തട്ടിപ്പിന് കൂടുതലായും സാധാരണക്കാരാണ് ഇരയായിരിക്കുന്നത്. ചെറുതുകകളുടെ വ്യാപകമായ തട്ടിപ്പ് വഴി കോടികൾ കീശയിലാക്കുകയാണ് ഇവയുടെ പ്രവർത്തന രീതി. ഉന്നതങ്ങളിലുള്ള സ്വാധീനമാണ് ഈ കമ്പനികൾ ഇന്നും കേരളത്തിൽ പ്രവർത്തിക്കാൻ കാരണം. ഈ കമ്പനികളെ സഹായിക്കാൻ കേരള സർക്കാർ ഒരു നിയമം തന്നെ ഉണ്ടാക്കി. ആംവേയുടെ മേധാവിയായ അമേരിക്കക്കാരൻ കേരളത്തിൽ അറസ്റ്റിലായപ്പോൾ അതിന്റെ പ്രത്യാഘാതം അങ്ങ് ഡൽഹിയിൽ വരെയുണ്ടായി. ആംവേ മേധാവിക്കായി രംഗത്തു വന്നത് കേന്ദ്രമന്ത്രി സച്ചിൻ പൈലറ്റ് ആയിരുന്നു. ഇപ്പോൾ ഈ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരു കാര്യം തന്നെ വെച്ചാൽ സുപ്രീം കോടതി വരെയുള്ള പ്രഗത്ഭരായ വക്കീലന്മാരൊക്കെ വെച്ചുകൊണ്ടാണ് ഈ കമ്പനികൾ ഹൈക്കോടതിയിൽ ഏകദേശം ഒരു 19 കേസെങ്കിലും ഹൈക്കോടതിയിൽ ഈയുടെ അടുത്ത കാലത്ത് അത് ജാമ്യവ്യവസ്ഥയായാലും ശരി, ജാമ്യത്തിൻ്റെ കാര്യമായാലും മറ്റു രീതിയിലായാലും ഒക്കെ തന്നെ അവിടെ കൂലങ്കഷമായിട്ട് ഹൈക്കോടതിയിൽ പരിഗണനയ്ക്ക് വന്ന കേസാണ്. ഒറ്റ കേസിൽ പോലും കേരള ഹൈക്കോടതി ഇത് നിയമവിധേയമാണെന്ന് പറഞ്ഞിട്ടില്ല. ഒറ്റ കേസ് പോലും പറഞ്ഞിട്ടില്ല. പക്ഷെ അതേ സമയത്ത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടായ എന്താണ് അല്ലേ, ഒരു അമേരിക്കക്കാരനെ അറസ്റ്റ് ചെയ്യുമ്പോഴാണ് പ്രത്യേക അന്വേഷണം. ADGP അന്വേഷിക്കുകയാണ് അമേരിക്കക്കാരനെ അറസ്റ്റ് ചെയ്ത സാഹചര്യത്തെക്കുറിച്ച്. അതിനെന്താ? എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന മതങ്ങളും സമുദായ സംഘടനകളും പോലും വിശ്വാസികളുടെ പണം തട്ടിപ്പുകാർ കൊണ്ടുപോകുന്നതിൽ മൗനം പാലിക്കുന്നു. ആദ്യം ഇടപെടേണ്ടത് മതങ്ങളാണ്. കാരണം മതങ്ങളാണ് ഇവരെ നല്ലവരാക്കി എന്ന വാഗ്ദാനത്തോടുകൂടി, അതാണല്ലോ മതങ്ങളുടെ ഒരു വാഗ്ദാനം, ഞങ്ങളുടെ അംഗമാവുന്നവരെ ഞങ്ങൾ നല്ല മനുഷ്യരാക്കുന്നുള്ളത്. അപ്പോൾ അവരെ കുട്ടിക്കാലം മുതലേ മതങ്ങളുടെ ഒരു പരിശീലനത്തിലാണ് അവർ ജീവിക്കുന്നത്. അങ്ങനെ അപ്പോൾ ആദ്യം ഇടപെടേണ്ടത് കുറ്റം ചെയ്യുന്ന ആളിനെ ആ മതമാണ് വിളിച്ച് ചോദിക്കുന്നത്, നീ എന്തുകൊണ്ട് കുറ്റം ചെയ്തു, അല്ലെങ്കിൽ അവന് കുറ്റം ചെയ്യാതിരിക്കാനുള്ള എല്ലാ
സാഹചര്യങ്ങളും ആ മതം ഉണ്ടാക്കി കൊടുക്കേണ്ടതാണ്. അല്ലെങ്കിൽ ജാതി, അല്ലെങ്കിൽ വിദ്യാഭ്യാസ സമ്പ്രദായം. വൈകാതെ ഒരു ദിവസം സോളാർ തട്ടിപ്പിനെ കുറിച്ചുള്ള വാർത്തകൾ അവസാനിക്കും. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം അടുത്ത തട്ടിപ്പിൻ്റെ കഥകൾ ഉയർന്നു വരികയും ചെയ്യും. തട്ടിപ്പിൻ്റെ ഈ തുടർച്ചകളുടെ കണ്ണിമുറിക്കുന്നതിനുള്ള നടപടിയെടുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. തട്ടിപ്പ് കേസുകൾ ഗൗരവത്തോടെ കൈകാര്യം ചെയ്യപ്പെടുന്നില്ല എന്നതാണ് പ്രധാന വീഴ്ച. കേസെടുക്കുന്നതിലും നടത്തുന്നതിലും നമുക്ക് ആരംഭശൂരത്വം മാത്രമേ ഉള്ളൂ. കേസ് കോടതിയിലെത്തുമ്പോൾ സാക്ഷി, തെളിവുകൾ എന്നിവയുടെ കാര്യത്തിൽ പ്രോസിക്യൂഷൻ അമ്പെ പരാജയപ്പെടുന്നു. ആന്ധ്രാപ്രദേശിലെ ADGP ഇൻ്റലിജൻസ് പത്രക്കുറിപ്പ് കൊടുത്തു, ഇതുപോലുള്ള തട്ടിപ്പ് കമ്പനികളിൽ നിങ്ങൾ ജനങ്ങൾ പോയി ചേരാൻ പാടില്ല എന്ന് അദ്ദേഹം ആതൻറ്റിക്കായിട്ട് കൊടുത്തു. ടൈംസ് ഓഫ് ഇന്ത്യ ബോക്സിൽ അടിച്ചു വന്നിട്ടുണ്ടായിരുന്നു. ഇതേ ന്യൂസ് തന്നെ, അമേരിക്കക്കാരനെ പിടിച്ചതിനെ പിന്നിലായ പുകലിനെ കുറിച്ചുള്ളതായ ആ ന്യൂസ് വന്ന അതേ ന്യൂസിൽ തന്നെ ബോക്സിൽ ടൈംസ് ഓഫ് ഇന്ത്യയിൽ അടിച്ചു വന്നിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിലെ ADGP, ഒരു വലിയ സംസ്ഥാനത്തിലെ ADGP ഇത്രയും വലിയൊരു കമ്പനിക്കെതിരായിട്ട് പറയുന്ന സമയത്ത് ആലോചിക്കാതെ പറയോ? അദ്ദേഹം പഠിക്കാതെ പറയോ? ഇല്ല. അപ്പോൾ നമ്മുടെ ഗവൺമെൻറ്റിനും നമ്മുടെ ഭരണാധികാരികളും ആ തരത്തിലുള്ള ഉത്തരവാദിത്വമുണ്ട്. ഇതിനെല്ലാം പുറമെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഭാവിയുടെ ബിസിനസ് മോഡലാണെന്ന് പ്രകീർത്തിക്കുന്ന പുസ്തകങ്ങൾ സർവകലാശാലകൾ ഇറക്കുന്നു. ഇങ്ങനെ എല്ലാ സംവിധാനങ്ങളും ഒരുമിച്ച് തട്ടിപ്പുകാർക്ക് അനുകൂലമായി മാറുമ്പോൾ മലയാളി രക്ഷപ്പെടുന്നതെങ്ങനെ? സ്പെഷ്യൽ കറസ്പോണ്ടന്റിന്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.